അയ്യേ അമ്മ എന്തേ പറയുന്നത്? കൃഷ്ണന്റെ മോളെന്നൊക്കെ പറയുമ്പം ആ PSC പഠിക്കാൻ പോണ ദേവികയല്ലേ? അവളിയാണോ ഇവിടുത്തെ ഏട്ടനെ പെണ്ണാൻ പോണം പറയുന്നത്? കഷ്ടം തന്നെ. അവനൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളാമ? എത്ര കല്യാണം നോക്കിയതായിട്ടാ അവന്. ഏതെങ്കിലും ഒന്ന് ശരിയായ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പെണ്ണ് കാണാണ്ട് പറഞ്ഞിട്ട് 10-35 അവിടെ പോയില്ലേ. എന്നിട്ട് ഒരു പെൺകുട്ടിക്കും ഇഷ്ടമായില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഈ അതെന്ത് വർത്താനം ലക്ഷ്മി പറയുന്നത്? നമ്മളൊരു വീട്ടില് പെണ്ണ് കാണാൻ പോകുമ്പോ നമുക്ക് പറ്റുന്ന കൂട്ടരല്ലേ നോക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മളെക്കാളും വലിയ സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരെ നോക്കി പോയാൽ പിന്നെ അവർക്ക് അവരുടേതായിട്ടുള്ള ഡിമാൻഡ് ഉണ്ടാവില്ലേ? പിന്നെ എങ്ങനെയത് ശരിയാവുക? ഇപ്പൊ ഇങ്ങനെ ഹൈ സ്റ്റാറ്റസ് ഉള്ള വീട്ടിലൊന്നും നമ്മൾ പോകുന്നില്ല. നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ വീട്ടിൽ തന്നെയാ. പക്ഷെ എന്നിട്ടും പെൺകുട്ടികൾക്കൊന്നും പിന്നെ വേണ്ടെന്നാ പറയണത്. അവർക്കൊന്നില്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്കാര്, അല്ലെങ്കിൽ ബിസിനസ്സുകാര്, അല്ലെങ്കിൽ ഗൾഫിലോ ഒക്കെ വർക്ക് ചെയ്യണവരിനൊക്കെയാ വേണമെന്ന് പറയുന്നത്. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യാനാ? ഏട്ടൻ തന്നെ പറയും. അതിന് ഈ പെൺകുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അവർക്ക് ഈ നല്ല വിദ്യാഭ്യാസം ജോലിയൊക്കെ അവർ നോക്കില്ലേ? ഈ അറേഞ്ച്ഡ് മാരേജ് തന്നെയല്ലേ. നമ്മുടെ ചെക്കൻ 10ാം ക്ലാസ് കഴിഞ്ഞ വർഷം പണിക്ക് പോയതല്ലേ. ഇപ്പൊ 18 കൊല്ലമായിട്ട് ഇത് തന്നെയല്ലേ, വേറെ മാറ്റമൊന്നുമില്ലല്ലോ. അല്ല, വർഷാപ്പ് പണിക്ക് തെറ്റൊന്നുമില്ല, അവൻ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്. അത് നമുക്ക് മാത്രം അല്ലേ അറിയുള്ളൂ ലക്ഷ്മിയെ. നീ ഒരു കാര്യം ചെയ്യില്ലേ, വേണ്ടെന്നും വേണ്ടാത്ത കുറച്ചുകൂടി താഴെയുള്ള പെൺകുട്ടികളെ നോക്ക്. അങ്ങനെയും ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. ഇതിലും താഴെയുള്ളതിനെ നോക്കാന്നൊക്കെ പറഞ്ഞാലേ മനുമോന്റെയും ഗീതമോളുടെയൊക്കെ സ്റ്റാറ്റസും കൂടെ നമ്മൾ നോക്കണ്ടേ? ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിനെ കൊണ്ടുവന്ന അവർക്കൊരു കുറവ് തന്നെയല്ലേ ഏട്ടാ? ഈ ചിങ്ങം വന്ന ചെക്കന് 33 തികയും. ഈ വർഷവും കഴിഞ്ഞില്ലെങ്കിലേ പിന്നെ 38 കല്യാണം ഉണ്ടാകുന്ന അവന്റെ ജാതകത്തിലുള്ളത്. ഓ, അവന്റെയും ഇവന്റെ ഒക്കെ സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് വിനോദിന് കല്യാണം കഴിക്കേണ്ടത്? അവൻ 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി ഈ വർക്ക്ഷോപ്പിൽ പണിക്ക് ഇറങ്ങിയത് കൊണ്ടല്ലേ നിനക്കും അവനൊക്കെ ഇപ്പൊ സ്റ്റാറ്റസ് പറയാനുള്ളത്? ചെക്കൻ ഏതെങ്കിലും ഒരു പെൺകുച്ചിന് ഇഷ്ടമാണ് പറഞ്ഞിട്ട് കാണിച്ചു തന്നാണെങ്കിൽ നമുക്ക് അത് നടത്തി കൊടുക്കുകയായിരുന്നു. അതെങ്ങനെയാ 15ാമത്തെ വയസ്സ് തന്നെ പഠിപ്പ് നിർത്തി പാവം കുടുംബത്തിനും അവനെ പഠിപ്പിക്കാനൊക്കെ വേണ്ടിയില്ല വർഷോപ്പ് പണിക്ക് പോയത്. കുടുംബം എന്നൊരു വിചാരമുള്ളൂ, വേറൊരു ചിന്തയില്ല ആ പാവത്തിന്. അതൊക്കെ അങ്ങ് കളയാവേ. അവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു പെണ്ണിനെയും പ്രേമിച്ച് ഇപ്പം ആ പെണ്ണിനെ കെട്ടി ഇപ്പം അമ്മായപ്പൻ്റെ ചെലവിൽ ദുബായിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ. അല്ല ലക്ഷ്മി, എനിക്ക് 2 മക്കളല്ലേ, ഇളയവൻ മാത്രം മതിയാ? ഇവനെ കുറിച്ച് ഒരു ചിന്ത നിനക്കില്ല? 33 വയസ്സിലെ കെട്ടിച്ച് ഇനിയല്ലേ അയക്കണ്ടേ? ചിന്തയില്ലാണ്ടാണ് ഏട്ടാ എല്ലാ ആഴ്ച അവന് വേണ്ടി ഇങ്ങനെ പെണ്ണ് നോക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങുന്നത്? ഏട്ടാ അങ്ങനെയൊക്കെ ഒരു സംസാരം? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. ഇതിപ്പോ ഓരോ വർഷം കഴിയുമ്പോഴും ചെക്കൻ്റെ വയസ്സ് കൂടി വരികയല്ലേ, കുറയല്ലോ. അപ്പൊ അതിനൊക്കെ അനുസരിച്ച് ഡിമാൻഡൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് നോക്ക്. ഏട്ടൻ എന്തീ പറഞ്ഞു വരുന്നത്? നമ്മളെക്കാളും ഒരു ഗതിയില്ലാത്ത പെണ്ണുങ്ങളെ ഈ വീട്ടിലേക്ക് വിളിച്ച് കയറ്റണമെന്നാ? ഗീതമോളുടെ കാര്യം അറിയാലോ. അവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാ, വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാ. മൂപ്പര് ഉള്ളത് കൊണ്ട് മാത്രമാ മനുവിനിപ്പം നല്ല ജോലിയും ശമ്പളമൊക്കെ ദുബായിലുള്ളത്. അപ്പം ഇനിയിപ്പോ ഏട്ടന് കല്യാണം നോക്കുക പറഞ്ഞാലേ അവരുടെ അത്ര സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും നമ്മൾ നോക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ അവളുടെ വീട്ടുകാർക്ക് എന്താ നമ്മളെ കുറിച്ച് വിചാരിക്കുക? ഒരു മോശമായിട്ടാ. എന്ത് മോശം ഈ പറയുന്നത്? ഈ സ്റ്റാറ്റസ് നോക്കി നടന്നിട്ട് ഇപ്പൊ കിട്ടിയ വിനോദൊരു പാവം ചെക്കനല്ലേ. അപ്പൊ അവന് പറ്റിയൊരു പാവം കൊച്ചിനെ പിടിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് തമ്മിൽ സന്തോഷമായിട്ട് ജീവിക്കില്ലേ? അത് കാണാനല്ലേ ഈ അമ്മമാരൊക്കെ ആഗ്രഹിക്കുക, അല്ലാണ്ട് ഈ സ്റ്റാറ്റസ് നോക്കി നടക്കാനാ? ഏട്ടന്റെ ഈ ദേഷ്യം കണ്ട ഏതൊരു പെൺകുട്ടിനെ കണ്ടുവെച്ച പോലെയാണല്ലോ സംസാരം. അല്ല ഏതവളാ? ഏത് നോക്കി വെച്ചിട്ടൊന്നുമില്ല. എനിക്കെന്താ നമ്മുടെ തെക്കേടുത്ത കൃഷ്ണന്റെ മോളെ ഒന്ന് നോക്കിയാലോ? അത് ഇവനെ പറ്റും. തെക്കേടുത്ത കൃഷ്ണനാ? അല്ല ആ പെണ്ണിന് അമ്മയില്ലല്ലോ? ഇല്ല, ചെറുപ്പത്തിലേ മരിച്ചതാ. ശേഷം മൂപ്പര് വേറെ കല്യാണം ഒന്നും കഴിക്കാണ്ടേ ഈ കുട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് നന്നായി നോക്കിയിട്ടുണ്ട്. ഇപ്പോ എന്തോ പഠിക്കുകയോ എന്തോ ആണ്, കറക്റ്റ് അറിയില്ല. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അയ്യേ അതൊന്നും വേണ്ട. തീരെ ഗതിയില്ലാത്തവരാ. അതിനൊന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളൂല. ഗീതും മനുവൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ശരിയാക്കി തരുവേട്ടാ. അല്ല വേറെ ഏതും നോക്കാൻ കിട്ടിയില്ല ഏട്ടന്? അവന്റെ കുടുംബത്തിന് എന്താ മോശം? അച്ഛനും മോളല്ലേ ഉള്ളൂ, വേറെ ബാധ്യതയൊന്നും ഇല്ലല്ലോ. അല്ലെങ്കിൽ അവിടെ ഗതിയിലേക്ക് എന്താ? കല്യാണ ശേഷം നിന്റെ മോനും അവളും കൂടി അവിടെ പോയല്ലോ താമസിക്കുന്നത്, ഇവിടെയല്ലേ? നല്ല കുട്ടിയാണ്, നന്നായി പഠിച്ചിട്ടുണ്ട്, നമുക്ക് പറ്റുമോ അത്? അല്ലെങ്കിലും പൈസ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഒന്നും ഉണ്ടാവില്ലല്ലോ. നമ്മുടെ ആദ്യത്തെ സ്ഥിതി എന്തായിരുന്നു?
അവൻ ചെറുപ്പം മുതൽ പണിക്ക് പോയിട്ട് കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പൊ വീടുമായി പറയാൻ പറ്റുന്ന സ്റ്റാറ്റസുമായി. അതുകൊണ്ട് നീ അതൊന്നും നോക്കണ്ട. ഏട്ടൻ ഇനി ആരുടെ പെണ്ണ് ചോദിക്കാൻ നിൽക്കണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും നോക്കാം, സമയമുണ്ടല്ലോ. നിങ്ങളുടെ നോക്കലൊക്കെ മതി, ഇത്രത്തോളം നോക്കിയില്ലേ, ഇനി അവന് വേണ്ടി ഞാൻ നോക്കാം. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അവന് ജീവിതം കളയുന്നതാണ് എനിക്ക് കഴിയില്ല. ഏട്ടൻ ഇരിക്കെ, ഞാൻ ചായ എടുത്തിട്ട് വരാം. ഓ ചായ ഒന്നും വേണ്ട, ഞാൻ കൃഷിഭവനിലേക്ക് ഇറങ്ങിയതാ. കുറച്ച് വിത്ത് വന്നിട്ടുണ്ട്, ഞാൻ നോക്കണം. ഇന്നലെ പോകുന്ന വഴിക്കേ ആ കൃഷ്ണനെ കണ്ട് കാര്യം സംസാരിക്കാം, എന്നിട്ട് വിവരം പറയാട്ടോ. ശരിയെന്നാ. അയ്യേ അമ്മ എന്തീ പറയുന്നത്? കൃഷ്ണന്റെ മോളെന്നൊക്കെ പറയുമ്പം ആ PSC പഠിക്കാൻ പോണ ദേവികയല്ലേ, അവളിയാണോ ഇവിടുത്തെ ഏട്ടനെ പെണ്ണാൻ പോണം പറയുന്നത്? കഷ്ടം തന്നെ, അവനൊക്കെ വീട്ടിൽ കയറ്റാൻ കൊള്ളുമ്മ. അതന്നെയാ മോളെ ഞാനും അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞത്. ഏട്ടനാണെങ്കിൽ ഒന്നും അങ്ങോട്ട് വിട്ടു തരണമില്ല. ഇത്രയും കാലം നിങ്ങളൊക്കെ നോക്കിയിട്ട് ഒന്നും നടന്നില്ലല്ലോ, ഇനിയിപ്പം ഞാൻ നോക്കി ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. നമുക്കാണെങ്കിൽ തിരിച്ചൊന്നും പറയാനുള്ളതും ഇല്ലേ. അച്ഛനില്ലാത്ത സമയത്ത് ഒരുപാട് സഹായിച്ചല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഏട്ടനതൊരു വിഷമമാകും. അതൊക്കെ ശരിയമ്മ, അച്ഛനില്ലാണ്ട് അങ്കിൾ എന്നെ കുടുംബം നോക്കിയതൊക്കെ. പക്ഷെ അതും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അങ്കിൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നമുക്ക് നമ്മുടെ സ്റ്റാറ്റസും കൂടി നോക്കണ്ടേ? അതൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാ മോളെ. പിന്നെ ഏട്ടനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഈ നാട്ടുകാരൊക്കെ സംസാരം മുഴുവൻ തന്നെയാണ്. നമ്മൾ അവനെ ഊറ്റി കുടിക്കുകയാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ട് അവനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാതെ എല്ലാവരും പറഞ്ഞ് നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ വായ അടിക്കാനെങ്കിലും ഒരു കല്യാണം കഴിപ്പിച്ച് വിട്ടാൽ നമുക്കൊരു സമാധാനമായല്ലോ. അല്ല അമ്മ, ഈ കാര്യം മനോൻ്റെ അടുത്ത് പറഞ്ഞോ? ഇല്ല, ഞാനെങ്ങനെ പറയാനാ, അങ്കിളിപ്പോൾ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. ഒന്നും നടക്കുമെന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ അയാളെ കാണുമ്പോൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും മോള് മനു വിളിക്കുമ്പോഴേ ഒന്ന് സൂചിപ്പിക്കേ. ഛേ, നാണക്കേടാവുന്നു. ഈ കല്യാണമായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ എൻ്റെ കുടുംബക്കാരുടെ മുന്നിൽ നിൽക്കുക? ഇപ്പം അതിനങ്ങനെ ഉറപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അങ്കിള് വെറുതെ ഒന്ന് ചോദിക്കാന്നല്ലേ പറഞ്ഞത്. പിന്നീട് എന്താ അറിയിക്കട്ടെ, അതിനനുസരിച്ച് നമുക്ക് വേണ്ടെങ്കിൽ അത് മുടക്കാം. അല്ല, ഇപ്പം മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? എനിക്ക് ദോശ ഓംലേറ്റ് മതി അമ്മ. ആ, എന്നാൽ പിന്നെ മോൾ അവിടെ പോയിരുന്നോ, അമ്മ ചൂട്ടോടെ ഉണ്ടാക്കിയിട്ട് വിളിക്കാം. ആ, അമ്മ ഉണ്ടാക്കിയിട്ട് വിളിച്ചാൽ മതി. ഞാൻ ഒന്ന് മമ്മീനെ വിളിക്കട്ടെ പോയിട്ട്. എന്തോ ഒരു പുല്ല് വളർന്നിരിക്കുകയാണ്, ഇതൊക്കെ നമുക്ക് പറിക്കാൻ പറ്റും. ദാമോദരനെ വിളിച്ചിട്ട് തന്നെ പുല്ല് വെട്ടിപ്പിക്കണം. മോള് പഠിക്കുകയാണല്ലേ? ഈ അമ്പലത്തിൻ്റെ അടുത്തുള്ള മാധവേട്ടനെ എനിക്ക് അറിയാമോ? ആ, ധന്യേഷിൻ്റെ അച്ഛനല്ലേ? എന്താ വെച്ചാൽ കാര്യം? ആ അതന്നെ, അയാൾ പെങ്ങളുടെ മകനൊന്ന് കല്ലേപ്പള്ളി വർക്ക്ഷോപ്പിൽ പണിയെടുക്കുന്നുണ്ട്. അവനെ അറിയോ? ആ അച്ഛാ, ഞാൻ ബസ്സിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. അവനെ പെണ്ണ് നോക്കുന്നുണ്ടേ, മോളിനെ ഒന്ന് ആലോചിച്ചാലോ എന്ന് മാധവേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങിക്കണം, അത് കഴിഞ്ഞിട്ട് മതി എനിക്ക് കല്യാണം. മോള് പഠിച്ചോ? കല്യാണം കഴിഞ്ഞാലും അവർ പഠിപ്പിക്കാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ എല്ലാവരും പറയും അച്ഛാ. ഈ കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല. അവർ അത്രയും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. മോളൊരു കാര്യം ചെയ്യും, ആ പയ്യനെ കണ്ട് സംസാരിക്കും. അല്ല അച്ഛാ, ഇത്രയും വലിയ ആൾക്കാർ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് പെണ്ണെടുക്കണം എന്നൊക്കെ പറഞ്ഞാലേ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവില്ലേ? ഒരു ഉദ്ദേശമില്ല മോളെ. ആ പയ്യനെ ഒരുപാട് പെണ്ണ് നോക്കിയിട്ടൊന്നും ശരിയായിട്ടില്ല. എന്തായാലും അവർ വന്ന് നോക്കിയിട്ട് പോട്ടെ. ഞായറാഴ്ച മോൾക്ക് ലീവല്ലേ? ആ ലക്ഷ്മിയെ ആ കൃഷ്ണൻ നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നേ, ആ നാളെ ആ കുട്ടി വീട്ടിലുണ്ടാവത്രേ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മൂന്നാളും കൂടി പോയിട്ട് ആ കുട്ടിയെ ഒന്ന് കണ്ടിട്ട് വാ. നാളെയോ? അല്ലേട്ടാ, അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ലേ? ഒരു നോക്കാനുമില്ല, നാളെ വിനോദിന് വർക്ക്ഷോപ്പില്ലല്ലോ, എല്ലാവരും പോയി ഒന്ന് കണ്ടിട്ട് വാ. അപ്പോൾ
ഏട്ടൻ വരുന്നില്ലേ? ആ നാളെ എനിക്ക് വരാൻ പറ്റില്ല, അതല്ലേ ഞാൻ വിളിച്ചു പറഞ്ഞത്. എൻ്റെ കാലിൻ്റെ ഒരു ഡോക്ടർ ഉണ്ട്, അത് ഞായറാഴ്ച മാത്രം ഉണ്ടാവും. കഴിഞ്ഞ മാസമായിട്ടാ ബുക്ക് ചെയ്തതാ, അതിന് പോകണം എനിക്ക്. ഞാനൊന്ന് ഗീത മോളുടെ അടുത്ത് ചോദിച്ചു നോക്കട്ടെ, അവൾക്ക് ഇനി നാളെ വേറെ എവിടെയെങ്കിലും പോകാണ്ടോന്ന് അറിയില്ലല്ലോ. ഓ ആരുടെ അടുത്ത് ചോദിക്ക്, എനിക്ക് വരാൻ പറ്റിയാണ് ഞാൻ അതില്ല. എന്നിട്ട് നാളെ പോവാൻ നോക്കാം, ആ കൃഷ്ണനെ വിളിച്ച് പറയാം. ഒരു 10 മണിയാകുമ്പോഴേക്കും എത്തണേ. ആ ശരി. ആ ഏട്ടാ, ഏട്ടൻ എന്തെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണല്ലോ. എന്താ അമ്മ, അങ്കിൾ എന്താ പറഞ്ഞേ? അങ്കിൾ ഇപ്പൊ വിളിച്ചിട്ടേ നാളെ 10 മണിയാകുമ്പോഴേക്കും നമ്മളെ 3 കൂടി ആ വീട്ടിൽ പെണ്ണ് കാണാൻ പോകാൻ പറഞ്ഞതാ. അയ്യേ, ഞാനൊന്നുമില്ല ആ വീട്ടിലേക്ക്. ഞാൻ നാളെ എൻ്റെ വീട്ടിൽ പോവാ. മമ്മിക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ മോളെ ഒറ്റയ്ക്ക് അവൻ്റെ കൂടെ പോവാ? അമ്മ ഇങ്ങനെ ആയാൽ ശരിയാവില്ല കേട്ടോ. എല്ലാത്തിനും ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മൾ അവസാനം പെട്ടുപോവുകയുള്ളൂ. അമ്മയ്ക്ക് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ ഈ കല്യാണത്തിന് താല്പര്യമില്ല എന്നുള്ളത്? എന്നാ പിന്നെ അങ്കിൾ ഈ പണിക്ക് നിൽക്കുമായിരുന്നോ? എൻ്റെ മോളെ, നമ്മളൊക്കെ കുറേ നോക്കിയതല്ലേ, എന്നിട്ട് ഏതെങ്കിലും ഒരു പെണ്ണിനെ അവന് ഇഷ്ടമായാ? ഇതിപ്പോൾ അമ്മ കുറേ ആലോചിച്ചു. ഒന്നില്ലെങ്കിലും പൈസ ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്നാ പറഞ്ഞാലേ അവള് നമ്മൾ പറയണം കേട്ട് ഇവിടുത്തെ പണികളും ചെയ്തിട്ട് ഇരിക്കും. അങ്ങനെ ആകുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരി പണി കുറയുമല്ലോ, എല്ലാം അവൾ അങ്ങോട്ട് ചെയ്തോളും. പൈസ ഇല്ല പറയുമ്പോൾ നമ്മൾ പറയണതും കേൾക്കും, തിരിച്ചു ഒരു അക്ഷരവും പറയില്ല. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ എൻ്റെ വീട്ടുകാരോടും റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ എന്താ പറയാ? കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ മോളുടെ കുടുംബക്കാരനെ എല്ലാവരെയും വിളിക്കാൻ നിൽക്കണ്ട. അവൻ്റെ സ്റ്റാറ്റസിന് പറ്റിയ പെണ്ണൊന്നും അല്ലല്ലോ അത്. എന്തായാലും ചിലവ് കുറച്ചിട്ട് നടത്താം, അത് പ്രായമായതല്ലേ. അപ്പം മോളുടെ അച്ഛനെയും അമ്മനെയും മാത്രം വിളിച്ചാൽ മതി, വേറെ ആരും വേണ്ട. ഓ എന്തായാലും ഞാനില്ല അമ്മ. അമ്മ വേണമെങ്കിൽ പോയിക്കോ. പിന്നെ അമ്മ മനുവാട്ടിൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഒന്ന് വിളിക്കട്ടെ. ഇല്ല, ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ മോളില്ലാണ്ട് ഞാനും പോകുന്നൊന്നുമില്ല. ഞാൻ വേണമെങ്കിൽ ഏട്ടനെ വിളിച്ച് എന്തെങ്കിലും കള്ളത്തരം പറയാം വരുന്നില്ല എന്നുള്ളത്. അവൻ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിട്ട് കണ്ടിട്ട് വരട്ടെ. അതിലും ഇപ്പം അത്ര വലിയ കോടിക്കണക്കിന് ആസ്തി ഉള്ളവരൊന്നും അല്ലല്ലോ കുടുംബസമേതം പോയിട്ട് പെണ്ണ് കണ്ടിട്ട് വരാനായിട്ട്. അവൻ പോയിട്ടൊക്കെ കാണട്ടെ. എന്നാ പിന്നെ അമ്മ അങ്കിളിനെ വിളിക്കേ, ഞാൻ ഏട്ടനൊന്ന് വിളിക്കട്ടെ. ഇതിപ്പം എത്രാമത്തെ പെണ്ണാണല്ലോ? അങ്ങനെ ചോദിച്ചാൽ എല്ലാ ആഴ്ചയും പോകുന്നുണ്ട്. ഒരു 40-40 അടുത്തായിട്ടുണ്ടാവും. 40? എൻ്റെത് 4-മത്തെയാ. അല്ല, ഇത്രയും പെൺകുട്ടികളെ കണ്ടിട്ട് അവരെന്താ ഇഷ്ടപ്പെടാതിരുന്നത്? അതിപ്പോൾ മെയിനായിട്ട് കാരണം പറഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസം ജോലിയും തന്നെയാണ്. അല്ല, ഞാൻ 10 വരെ പഠിച്ചിട്ടുള്ളേ. അതിനുശേഷമാണ് അച്ഛൻ. പിന്നെ വർക്ക്ഷോപ്പിൽ പണിക്കിറങ്ങി. അപ്പോൾ ഇതൊന്നും ഒരു പെൺകുട്ടികൾക്ക് ഇഷ്ടമായില്ലല്ലോ. അതിന് വർക്ക്ഷോപ്പിൻ്റെ പണിക്ക് എന്താ കുഴപ്പം? ദിവസം 1500-2000 അടുത്ത് കിട്ടില്ലേ? അച്ഛനും കുറച്ചൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ എനിക്ക് അതിനെ കുറിച്ചൊക്കെ അറിയാം. അല്ല, ചിലപ്പോൾ അതിൽ കൂടുതലും കിട്ടും. പക്ഷെ എന്നാലും എൻ്റെ ഭർത്താവിന് ഇതാണ് ജോലി എന്ന് പറയാൻ പെൺകുട്ടികൾക്ക് ചിലപ്പോൾ മടിയായിരിക്കും. അല്ല, അത് ഓരോരുത്തരുതല്ലേ. ഇതിനു മുമ്പ് എന്നെ കാണാൻ വന്ന 4 ആൾക്കാരും അച്ഛനും അമ്മയും ഫ്രണ്ട്സും പെങ്ങളും അളിയനും നാത്തൂനും അങ്ങനെയാക്കിയിട്ട് കുറേ ആൾക്കാരൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിപ്പം ആദ്യമായിട്ടാ ചെക്കൻ മാത്രം പെണ്ണാനായി വരുന്നതേ. അതെന്താ വീട്ടിൽ നിന്ന് ആരും വരാതിരുന്ന്? എല്ലാ ആഴ്ചയും പെണ്ണ് കാണാൻ പോകുന്നല്ലേ. അനിയൻ ഗൾഫിലാണ്, പിന്നെ അവൻ്റെ വൈഫ് ഇവിടെയുണ്ട്. അവർ പെട്ടെന്ന് അവൻ്റെ വീട്ടിൽ പോയതാ. പിന്നെ അമ്മ പറഞ്ഞു നീ പോയി കണ്ടിട്ട് വാന്ന്. പിന്നെ മാധവേട്ടനും പറഞ്ഞു ഇന്ന് തന്നെ കാണണം. ഫ്രണ്ട്സിനെ കൂട്ടാൻ നിന്നതാ. പിന്നെ വന്ന എന്തായാലും എൻ്റെ ജോലിയൊരു പ്രശ്നമാണല്ലോ, പിന്നെ അവരെയും കൂടി ബുദ്ധിമുട്ടിക്കേണ്ട പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രം. പിന്നെ അടുത്തായതുകൊണ്ടേ അങ്ങനെ ഒറ്റയ്ക്ക് എന്താ. ആ, എന്നെ നേരത്തെ കാണാൻ വന്നവരൊക്കെ വന്നതും കുട്ടിക്ക് എത്ര കൊടുക്കും, എന്താ കൊടുക്കാൻ ഉദ്ദേശിക്കണമെന്ന് അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ഇതിപ്പം മാധവേട്ടൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നും വേണ്ട, കുട്ടി മാത്രം മതി എന്നൊക്കെ. അല്ല, ആദ്യം ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അവിടെ വന്ന ഒരു പ്രശ്നമാവോ? എടാ, തന്നെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കാൻ വേണ്ടി ഒന്നത് അമ്മയില്ലാത്തതല്ലേ. തൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാവുന്നേ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിലും കല്യാണം കഴിക്കുമ്പോൾ ഒരു പെണ്ണിൻ്റെ വീട്ടുകാരോട് സ്ത്രീധനം ചോദിക്കുക പറഞ്ഞാൽ അതിലും വലിയ നാണക്കേട് വേറെ ഉണ്ടോ?
സത്യം പറഞ്ഞാൽ ഈ ശ്രീധരൻ ചോദിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്നിട്ടുള്ള പരിപാടിയല്ല എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടിപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ പാർട്ട് ടൈമായിട്ട് നമ്മുടെ അക്ഷയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഒരു ജോലി സെറ്റിൽഡ് ആവണം, അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആഗ്രഹം. താൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് അച്ഛന് വലിയ ഹെൽപ്പായിരിക്കും അല്ലേ? പണ്ടൊക്കെ ഇതുപോലെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടായെങ്കിൽ എന്ന് കുറേ ആലോചിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ച് സമാധാനം കിട്ടിയായിരുന്നു. എന്നാലും ഒരു പെൺകുട്ടിക്ക് ജോലി ഉണ്ടാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണോ? എന്നാൽ പിന്നെ ചായ കുടിച്ചാലോ? കുറേ സമയം എടുത്ത് വെച്ചിട്ട് തണുത്തിട്ടുണ്ടാവും. ആ കുടിക്കാം.